ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കുക്കുഗ്രാം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യലായിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വറുത്തരച്ച മട്ടൻ കറിയുടെ റെസിപ്പിയാണ്. നമുക്ക് കുക്കിങ്ങിലേക്ക് പോകാം. ആദ്യം തന്നെ 1/2 കിലോ മട്ടൻ, കുഞ്ഞാടിൻ്റെ മട്ടനാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, 2 സവോളയാണ്, തക്കാളി, പച്ചമുളക്, തൊണ്ടമുളക്, കറിവേപ്പില, മല്ലിയില. ഇനി വറുത്തരയ്ക്കാനായിട്ട് ആവശ്യമായ സാധനങ്ങൾ: 3 സ്പൂൺ മല്ലിപ്പൊടി, അത് കുറച്ച് നമ്മൾ വറുത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി, നമുക്കൊരു ടേസ്റ്റ് ഉണ്ടാവുമല്ലോ, അതനുസരിച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താൽ മതിയാവും. അത് കഴിഞ്ഞ് മസാലയാണ് ചേർക്കുന്നത്, ഗരം മസാല, പിന്നെ കുറച്ച് കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. എരിക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ഇവിടെ 1 സ്പൂൺ മാത്രമേ ചേർത്തിട്ടുള്ളൂ, 1 സ്പൂണും ചേർത്തിട്ടില്ല, അതിൽ നിന്നും പകുതിയാണ് ചേർത്തിട്ടുള്ളൂ. നന്നായിട്ട് വറുത്ത് മാറ്റി വയ്ക്കുക. വറുക്കുന്നത് കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. ഇനി ശുദ്ധമായ വെളിച്ചെണ്ണ ഒരു കുക്കറിലേക്ക് നമ്മൾ ഒഴിക്കുന്നു. അതിനുശേഷം കുറച്ച് ഉലുവ, നേരത്തെ എടുത്തു വെച്ച കറിവേപ്പില, അരിഞ്ഞു വെച്ചിരുന്ന സവാള ഇട്ട് കൊടുക്കാം. 2 പച്ചമുളക്, 2 തൊണ്ടൻ മുളക് എന്ന് പറയുന്നത് ഈ ലൈറ്റ് ആയിട്ടുള്ളൊരു മഞ്ഞ ആണ് തൊണ്ടൻ മുളക് എന്ന് പറയുന്നത്. ബാക്കി തക്കാളിയും ചേർക്കുന്നുണ്ട്. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് മല്ലിയിലയാണ് കേട്ടോ. മല്ലിയില ചേർത്ത് ലാസ്റ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് ചേർക്കാം, ഇടയ്ക്ക് ചേർത്താലും കുഴപ്പമൊന്നും ഇല്ല. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയതാണ് ഇനി ചേർക്കുന്നത്. ചിലർ ഉള്ളി ഇടുമ്പോഴേ ഉപ്പിടാറുണ്ട്, നമ്മളിതാ ഇപ്പോഴാണ് ഉപ്പിട്ടത്. ഉപ്പിടാൻ ആരും മറക്കരുത് കേട്ടോ. ഇനി ലാസ്റ്റ് ഐറ്റം നമ്മുടെ ഉള്ളി ഇട്ടതിന് ശേഷമാണ് നമ്മൾ മട്ടൻ ചേർക്കുന്നത്. അതായത് കുഞ്ഞാടിൻ്റെ മട്ടൻ ആയതുകൊണ്ട് ഒരു സ്മെല്ലും തന്നെ നമുക്കിതിൽ വരത്തില്ല. നിങ്ങളത് നോക്കി വാങ്ങാൻ ശ്രമിക്കുക. എന്നിട്ട് നല്ല പോലെ മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ വറുത്ത വെച്ചിരിക്കുന്നത്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം, അല്ലെങ്കിൽ കട്ടിയായിപ്പോൾ. വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അതിൻ്റെ കളർ കണ്ടോ നിങ്ങൾ? അത്രയും ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ ഇതൊരിക്കലെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ വേറെ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല, ചെറുതായിട്ട് വെള്ളം ഇങ്ങനെ വരുമ്പോൾ നമ്മൾ അടപ്പെടുത്ത് വെച്ചിട്ട് നമ്മൾ ഫിസിൽ കേൾപ്പിക്കാൻ വേണ്ടി ഫിസിലും ഇടുന്നു. ഫിസിലൊരു 3 ഫിസിൽ അത്രയും മാത്രം മതി. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇടിയപ്പത്തിൻ്റെ കൂടെയും ഒറട്ടിയുടെ കൂടെയും നിങ്ങൾക്ക് സെർവ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഈ റെസിപ്പി തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് കമൻറ്റിലൂടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാൻ മറക്കരുത്. ഈ കുക്കുഗ്രാം എന്നുള്ളൊരു ചാനൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അടുത്ത ഒരു വ്ളോഗിലൂടെ പിന്നെ കാണാം. ലവ് യു.